നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിനകത്ത് പറയുന്നത്. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് നോട്ട്സ് ആയിട്ട് കിട്ടും. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇതെല്ലാം വരുന്ന പരീക്ഷകൾക്ക് ചോദ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള വസ്തുതകളാണ്. അതുപോലെ തന്നെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിന് ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാകുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ പുസ്തകം സോൾഡ് ഔട്ട് ആയിരുന്നു, കുറച്ചു കാലം സ്റ്റോക്കില്ലായിരുന്നു. പുതിയ പുസ്തകം വന്നിട്ടുണ്ട്. 2026 ജൂലൈ 10 വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. 2025, 2026 വർഷങ്ങളിലുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. 2024, 23 ഒന്നും ഇനി നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. ഈ അടുത്ത കാലത്ത് നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് ഈ പുസ്തകം വർത്തായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയവും എനിക്കില്ല. പറഞ്ഞു പറ്റിക്കുന്നതല്ല, ഈ പുസ്തകം തയ്യാറാക്കിയത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 135 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് ഇപ്പോൾ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. തിരക്കുള്ള നമ്പറാണ്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരിച്ച് വിളിച്ചോളാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഒരു കാരണവശാലും ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ടോ അല്ലെങ്കിൽ QR കോഡ് വഴിയോ നിങ്ങൾ എന്ത് ചെയ്യരുത്, പേയ്മെൻറ്റ് ചെയ്യരുത്. പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്. qr.aastac@sib എന്നുള്ള ആ പറഞ്ഞ UPI IDയിലോട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ പറഞ്ഞു തരും. അപ്പോൾ അത്യാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പുസ്തകത്തിന് ഓർഡർ ചെയ്യണം. ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവത്തില്ല. വന്ന ഉടനെ തന്നെ ഈ പുസ്തകം വിറ്റ് തീരുന്നതാണ്. കാരണം ഈ പുസ്തകം ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കറണ്ട് അഫയേഴ്സാണ്, പെട്ടെന്ന് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കേരള സർക്കാരിൻ്റെ അപൂർവ രോഗബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര ചികിത്സാ പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. കേരള സർക്കാരിൻ്റെ അപൂർവ രോഗബാധിതർക്കുള്ള സമഗ്ര ചികിത്സാ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് കെയർ, അല്ലേ? കെയർ എന്ന് പറയുമ്പോൾ KARE, കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് എന്നുള്ളതാണ് കെയറിൻ്റെ പൂർണ്ണ രൂപം, അല്ലേ? അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, കേരള സർക്കാരിൻ്റെ അപൂർവ രോഗബാധിതർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര ചികിത്സാ പദ്ധതിയാണ് കെയർ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 2026 ജൂൺ മാസത്തിൽ അപൂർവ രോഗബാധിതർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര ആരോഗ്യ നയം കേരളം രൂപീകരിച്ചു. അപൂർവ രോഗബാധിതരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു നയം കേരള സർക്കാർ രൂപീകരിച്ചു. അതുമാത്രമല്ല, കേരളത്തിലെ അപൂർവ രോഗബാധിതരുടെ ഒരു രജിസ്റ്ററും ഡാറ്റാ രജിസ്റ്ററും കേരള സർക്കാർ തയ്യാറാക്കി. ഇത്തരത്തിൽ അപൂർവ രോഗബാധിതരായിട്ടുള്ള ആൾക്കാരുടെ ഡാറ്റാ രജിസ്റ്ററും അതുപോലെ തന്നെ സമഗ്ര ആരോഗ്യ നയവും, അപൂർവ രോഗവുമായി ബന്ധപ്പെട്ട സമഗ്ര ആരോഗ്യ നയവും തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ്. അപൂർവ രോഗബാധിതർക്ക് വേണ്ടിയിട്ട് സമഗ്ര നയവും ഡാറ്റാ രജിസ്റ്ററും കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്, അല്ലെ? കേരളത്തിലെ അപൂർവ രോഗബാധിതരുടെ കാര്യത്തിൽ സമഗ്ര ചികിത്സാ പദ്ധതിയുണ്ട്. ആ ചികിത്സാ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് കെയർ. ഏതാണ്? കെയർ. ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്, C അല്ല, K ആണ്. കേരള യുണൈറ്റഡ് എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് എന്നുള്ളതാണ്. അപ്പോൾ അത് കെയർ പദ്ധതി. അടുത്ത നോക്ക്, കേരളത്തിൽ ഈ അടുത്ത കാലത്ത്, അതായത് ജൂൺ മാസത്തിൽ വാർത്തയിൽ വന്നതാണ്, പടർന്നു പിടിച്ച ഒരു രോഗമുണ്ട്,
കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ 2026 ജൂൺ മാസത്തിൽ പടർന്നു പിടിച്ച ഒരു രോഗമാണ് ഷിഗല്ല രോഗം. ഷിഗല്ല രോഗം അല്ലെ. അപ്പോൾ 2026 കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലായിട്ട് പടർന്നു പിടിച്ച ഒരു രോഗമാണ് ഷിഗല്ല രോഗമെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷിഗല്ല രോഗം എന്ന് പറയുമ്പോൾ ഷിഗല്ല രോഗത്തിന് കാരണമാകുന്നത് ഏത് സൂക്ഷ്മാണുവാണ് എന്ന് കൂടി അറിയണം. ഷിഗല്ല രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു ഏത് എന്ന് ചോദിച്ചാൽ ബാക്ടീരിയയാണ്. ഏതാണ്? ബാക്ടീരിയ അല്ലെ. നമ്മൾ എലിപ്പനി പഠിച്ചിട്ടുണ്ട്. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ബാക്ടീരിയ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. നിപ്പയെ കുറിച്ച് പഠിച്ചു, അത് വൈറസ് ആണെന്ന് പഠിച്ചു. എബോള രോഗം വൈറസ് രോഗമാണെന്ന് പഠിച്ചു അല്ലെ. അപ്പോൾ എബോളയും നിപ്പയൊക്കെ വൈറസ് രോഗങ്ങളാണ്. അതേസമയം ഷിഗല്ല രോഗം ബാക്ടീരിയ രോഗമാണ്. മനുഷ്യന്റെ കുടലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് വളർന്ന് പെരുകുന്ന ഈ പറഞ്ഞൊരു ബാക്ടീരിയയാണ്. കുടലിനകത്ത് വെച്ചിട്ടാണ് ആ ബാക്ടീരിയ കൂടുതലും എന്ത് ചെയ്യുന്നത്? പെരുകുന്നത്. അങ്ങനെ ഒരു ബാക്ടീരിയയാണ് ഏത്? ഷിഗല്ല ബാക്ടീരിയ. അപ്പോൾ ഓർക്കുക, ഷിഗല്ലയ്ക്ക് കാരണമാകുന്നത് ഒരു സൂക്ഷ്മാണുവാണ്. ഏതാണ്? ബാക്ടീരിയ. അപ്പോൾ 2026 കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ പടർന്നു പിടിച്ച രോഗമാണ് ഷിഗല്ല എന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതേസമയം വൻതോതിൽ ഷിഗല്ല രോഗം പടർന്നു പിടിച്ച് ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായതൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. അപ്പോൾ ഷിഗല്ല രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റിലോട്ട് വരാം. ഒരു ജനസമ്പർക്ക പരിപാടിയിലോട്ടാണ് നമ്മൾ വരുന്നത്. ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടി. ആ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് കായകൽപ്പം. ആരോഗ്യ മേഖല ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്ന് വാർത്തകളിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ മന്ത്രി എന്ന് പറയുന്നത് കെ മുരളീധരനാണ് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിനും പൊതുജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടി ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്നു. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് കായകൽപ്പം. എന്താണ്? കായകൽപ്പം. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയാണ്, അല്ലെങ്കിൽ എന്താണ്, ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കായകൽപ്പം എന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടി. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം അല്ലെ. അപ്പോൾ ഷിഗല്ല രോഗം ബാക്ടീരിയ ആണെന്ന് പറഞ്ഞു. കായകൽപ്പം എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ്. കെയർ എന്ന് പറയുന്ന പദ്ധതി അപൂർവ രോഗബാധിതർക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ സമഗ്ര ചികിത്സാ പദ്ധതിയാണ്. അപൂർവ രോഗബാധിതരുമായി ബന്ധപ്പെട്ട് ഒരു ആരോഗ്യ നയം, അതുപോലെ തന്നെ അപൂർവ രോഗബാധിതരുടെ ഡാറ്റ രജിസ്റ്റർ, ഇതെല്ലാം ഈ പറഞ്ഞ് പൂർത്തിയാക്കിയ അല്ലെങ്കിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിൽ ആദ്യമായിട്ട് വിർച്വൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഏത് മെഡിക്കൽ കോളേജിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് വിർച്വൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള സംവിധാനം രൂപപ്പെടുത്തിയ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പോൾ അതിനു മുമ്പ് എന്താണ് വിർച്വൽ പോസ്റ്റ്മോർട്ടം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. സാധാരണ പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ്? ശരീരം മുറിക്കും, ആന്തര അവയവങ്ങളുടെയൊക്കെ സാമ്പിളുകൾ എടുക്കും, അത് പരിശോധിക്കും, അങ്ങനെയാണ് മരണകാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ശരീരം കീറിമുറിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വിർച്വൽ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരം കീറിമുറിക്കുന്നില്ല. നമ്മൾ CT സ്കാനർ, MRI സ്കാനറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ ആന്തര അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കും. ആ ചിത്രങ്ങൾ പരിശോധിച്ച് മരണകാരണം കണ്ടെത്തും. അതിനെയാണ് നമ്മൾ വിർച്വൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരം എന്ത് ചെയ്യേണ്ട? കീറിമുറിക്കേണ്ട. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് വിർച്വൽ പോസ്റ്റ്മോർട്ടത്തിനുള്ള സംവിധാനം ഒരുങ്ങുന്നത് ഏത് മെഡിക്കൽ കോളേജിലാണ് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. നല്ല ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റിലോട്ട് വരാം. തിരുവനന്തപുരത്ത് വെള്ളായണി കാർഷിക കോളേജ്. തിരുവനന്തപുരത്തെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലുള്ള അതിൻ്റെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു സങ്കര ഇനം പച്ചമുളക് വികസിപ്പിച്ചെടുത്തു. ആ പച്ചമുളകിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഏത്? തേജസ്വിനി അല്ലെ.
KAU തേജസ്വിനി. KAU എന്നൊന്നും തന്നിരിക്കത്തില്ല, തേജസ്വിനി എന്ന് തന്നിരിക്കും. KAU എന്ന് പറഞ്ഞാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം പച്ചമുളകാണ് ഏത്? തേജസ്വിനി എന്ന് ഓർക്കുക. ഇത് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ നേരത്തെ പഠിച്ചത് ഓർമ്മ വേണം. IISR സൂര്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് അതിൻ്റെ ചുരുക്കെഴുത്താണ് IISR എന്ന് പറഞ്ഞത്. അതിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ് എന്ന് നിങ്ങൾക്കറിയാം. കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് വികസിപ്പിച്ചെടുത്ത ഒരു മഞ്ഞൾ ഇനം, ആ മഞ്ഞൾ ഇനത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് IISR സൂര്യ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ പഠിച്ചതാണ് IISR ചന്ദ്ര. IISR ചന്ദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത കുരുമുളക് ഇനമാണ് ഏത്? IISR ചന്ദ്ര അല്ലെ? അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം നെൽവിത്തുകളാണ് ഏതൊക്കെ? ആദ്യയും പുണ്യയും. ഏതൊക്കെയാണ്? ആദ്യ, പുണ്യ. ഈ നെൽവിത്തിനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിയുന്ന നെൽവിത്തിനങ്ങളാണ് അല്ലെ? അപ്പോൾ ആദ്യ, പുണ്യ പോലുള്ള നെൽവിത്തിനങ്ങൾ വികസിപ്പിക്കപ്പെട്ടത് എവിടെ നിന്നാണ്? മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ്. IISR സൂര്യ അത് സങ്കര ഇനം മഞ്ഞളാണ്. IISR ചന്ദ്ര അതെന്താണ്? അത് സങ്കര ഇനം എന്നാണ്, കുരുമുളകാണ് അല്ലെ? ഇപ്പോൾ പറഞ്ഞത് എന്താണ്? തേജസ്വിനി. തേജസ്വിനി എന്ന് പറയുന്നത് എന്താണ്? പച്ചമുളക്, സങ്കര ഇനം പച്ചമുളക്. വികസിപ്പിച്ചെടുത്തത് ഏതാണ്? വെള്ളായണി കാർഷിക കോളേജാണ്. ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജാമുനി എന്ന് പറയുന്ന ഒരു ചേമ്പിനം. ജാമുനി എന്ന് പറയുന്ന ചേമ്പിനം മുറിക്കുമ്പോൾ പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന പ്രമേഹം, അർബുദം പോലുള്ള രോഗങ്ങൾക്ക് ഔഷധമായിട്ട് കൂടി കൊള്ളാവുന്ന ഒരു ചേമ്പിനത്തിൻ്റെ കാര്യവും നമ്മൾ പഠിച്ചായിരുന്നു. തിരുവനന്തപുരത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത എന്താണ് ഈ പറഞ്ഞ ഒരു ചേമ്പിനമാണ് ജാമുനി എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിന് ഉള്ള എന്താണ്? പർപ്പിൾ നിറമാണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. തേജസ്വിനി. അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. കേരളത്തിൻ്റെ 51ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിൻ്റെ 51ാമത് ചീഫ് സെക്രട്ടറി അല്ലേ? നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചു വെച്ചത് 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. അത് ജയതിലകായിരുന്നു. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. ആ സ്ഥാനത്ത് പുതിയ ഒരു ചീഫ് സെക്രട്ടറി വന്നു അല്ലേ? കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദം, ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ നടത്തിപ്പുകാരനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മോൾത്തട്ടിലുള്ള ആളെയാണ് നമ്മൾ ചീഫ് സെക്രട്ടറി എന്ന് വിളിക്കുന്നത്. കേരളത്തിൻ്റെ 51ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് ബിശ്വനാഥ് സിൻഹയാണ്. ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ് കേരളത്തിൻ്റെ 51ാമത് ചീഫ് സെക്രട്ടറി. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പോയിന്റിലോട്ട് വരാം. കേരളത്തിൻ്റെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം KG സനൽകുമാർ എന്ന് പറയുന്ന ഒരാളെ LDF സർക്കാരിൻ്റെ കാലത്ത് നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ഗവർണർ അദ്ദേഹത്തെ നിയമിക്കാൻ കൂട്ടാക്കിയില്ല. UDF സർക്കാർ വന്നതിന് ശേഷം പുതിയൊരു പേര് നിർദ്ദേശിച്ചു, N ശേഷാദ്രിനാഥൻ. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ N ശേഷാദ്രിനാഥനാണ് എന്നുള്ളത് ഓർക്കുക. അത് പറയുമ്പോൾ ആശയക്കുഴപ്പം വരരുത്. A കൗശികൻ, ഈ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ്. A കൗശികൻ. ആരാണ് A കൗശികൻ? കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ ഇലക്ട്രൽ ഓഫീസറാണ്, അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലോട്ട് അയക്കുന്ന പ്രതിനിധിയാണ്. മറ്റതല്ല, കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ 243K എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് കേരളത്തിന് ഉണ്ടാവും, സംസ്ഥാനത്തിനുണ്ടാവും, എന്തുണ്ടാവും? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവും. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കമ്മീഷണറാണ് N ശേഷാദ്രിനാഥൻ. അതേസമയം A കൗശികൻ എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധിയായിട്ട് കേരളത്തിലുള്ള ആളാണ്. അയാളാണ് ഈ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ടതാണ് A കൗശികൻ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിക്കുമ്പോൾ A കൗശികനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇനി അത് കഴിഞ്ഞിട്ട് ആരാണ്? ജെറോമിക് ജോർജ്. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു നിയമനമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ MD ആണ് ജെറോമിക് ജോർജ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ MD ആണ് ആര്? ജെറോമിക് ജോർജ്. നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിരുന്നത് ദിവ്യ S അയ്യർ എന്നായിരുന്നു.
ദിവ്യ എസ് അയ്യർ മാറി. അതിന് പകരം പുതിയൊരാൾ വന്നു, ജെറോമിക് ജോർജ് IAS. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ MD ആര്, പുതിയ MD ആയിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ജെറോമിക് ജോർജ് ആണെന്ന് പറയണം, തെറ്റിക്കരുത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ആരെന്ന് ചോദിച്ചാൽ അത് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, ശ്രീകുമാർ കെ നായരാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാർ കെ നായരാണ്. ഇപ്പോൾ MD ആരാണ്? ജെറോമിക് ജോർജ് ആണ്. അതേസമയം വേറൊരു പേര് കൂടി ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കുക, ബിനോയ് ജോർജ്. ആരാണ് ബിനോയ് ജോർജ്? ഒരു മലയാളിയാണ്. ഇയാൾ ഈ അടുത്ത കാലത്ത് ഉറുഗ്വേ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടു. ഉറുഗ്വേ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യൻ അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടു, അല്ലെ? ഇന്ത്യയുടെ ഉറുഗ്വേയിലുള്ള പ്രതിനിധിയാണ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബിനോയ് ജോർജ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ജെറോമിക് ജോർജ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD. അതേസമയം ഉറുഗ്വേയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് നിയമിക്കപ്പെട്ട മലയാളി, 2026 മെയ്യിൽ ഉറുഗ്വേയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് നിയമിക്കപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ബിനോയ് ജോർജാണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കണം. ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ ഒരു മലയാളിയാണ്. ആരാണ്? നഗ്മ മുഹമ്മദ്. ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? ഒരു വനിതയാണ്. നഗ്മ മുഹമ്മദ് ആണ് ജപ്പാനിലെ ഇപ്പോഴത്തെ ഇന്ത്യൻ അംബാസഡർ. അതേസമയം ഉറുഗ്വേയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ട മലയാളി ഇപ്പോൾ ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ബിനോയ് ജോർജ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആരാണ്? ഡോക്ടർ UP രാജീവ്. പുതിയൊരു നിയമനമാണ്. ആരാണ് UP രാജീവ് എന്ന് ചോദിച്ചാൽ VSSCയുടെ ഡയറക്ടറാണ്. VSSCയുടെ ഡയറക്ടറാണ് ആര്? വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അല്ലേ? ISROയുടെ കീഴിലുള്ള സ്ഥാപനം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. അതിൻ്റെ ഡയറക്ടറാണ്, ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ട ഡയറക്ടറാണ് ഡോക്ടർ UP രാജീവ്. അപ്പോൾ VSSCയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ UP രാജീവാണ്. ISROയുടെ അധ്യക്ഷൻ ആരെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? ISROയുടെ അധ്യക്ഷൻ, ഇപ്പോഴുള്ള ISROയുടെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ 12ാമത്തെ ISROയുടെ അധ്യക്ഷനാണ്, അത് ഡോക്ടർ N നാരായണനാണ്. ISROയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ N നാരായണനാണ്, അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ VSSCയുടെ ഡയറക്ടർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആര്? ഡോക്ടർ UP രാജീവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ISROയുടെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനമാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ISROയുടെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ വലിയ മല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഈ പറഞ്ഞ കേന്ദ്രമുണ്ട്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ഉണ്ട്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. വലിയ മലയിൽ ഈ സ്ഥാപനമുണ്ട്, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ. അപ്പോൾ ഈ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് ഒരാളെ ഈ അടുത്ത കാലത്ത് നിയമിച്ചു. ആര് എന്ന് ചോദിച്ചാൽ അത് N ജയനാണ്. ആരാണ്? N ജയൻ, അല്ലേ? അപ്പോൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് 2026 നിയമിക്കപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ N ജയനാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമനമുണ്ട്, റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലേ? റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനമാണ് കോഴിക്കോട്. റബ്ബർ ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ ആര്? റബ്ബർ ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ N ഹരി എന്ന് പറയുന്ന ആളാണ്. ആരാണ്? N ഹരി. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. സാധാരണഗതിയിൽ റബ്ബർ ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടൊക്കെ വരുന്നത് IASകാരായിരിക്കും. പക്ഷേ ഇദ്ദേഹം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു BJPക്കാരനാണ്. അപ്പോൾ N ഹരിയാണ്, കേരളത്തിലുള്ള ഒരു BJPക്കാരനാണ്. N ഹരിയാണ് ഇപ്പോൾ റബ്ബർ ബോർഡിൻ്റെ അധ്യക്ഷൻ. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ, IASകാരനല്ലാത്ത ഒരാൾ റബ്ബർ ബോർഡിൻ്റെ അധ്യക്ഷനാകുന്നത് എന്നൊരു പ്രത്യേകത നിയമനത്തിൽ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം പുതിയ നിയമനങ്ങളാണ്, അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഒന്നുകൂടിയൊക്കെ പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ വീഡിയോ നീണ്ടുപോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കാം, അല്ലെ? സൗകര്യം പോലെ കേൾക്കാം. അപ്പോൾ അത് അടുത്ത പോയിന്റിലോട്ട് ഞാൻ വരികയാണ്. അടുത്ത ഒരു പോയിന്റ് നല്ലൊരു പോയിന്റാണ്, മികച്ച ശുദ്ധവായു ലഭിക്കുന്ന, കേരളത്തിൽ മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖലയോട് ചേർന്ന പ്രദേശം. കേരളത്തിൽ മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖലയോട് ചേർന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടാണ്. അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖലയോട് ചേർന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. നിങ്ങൾക്കറിയാം,
തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ്. സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവുമാണ്. അല്ലേ? അത് എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് അടുത്തായിട്ടാണ്, ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഏത് വരുന്നത്, തട്ടേക്കാട് പക്ഷി സങ്കേതം വരുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്? കേരളത്തിലെ വനമേഖലയോട് ചേർന്ന് ഏറ്റവും കൂടുതൽ ശുദ്ധവായു, ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം പ്രിയദർശിനി സർവീസ്, അല്ലേ? UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് UDFൻ്റെ ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. അതിനകത്തുള്ള വാഗ്ദാനമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകും. അങ്ങനെ അവർ അധികാരത്തിൽ വന്നു. വാഗ്ദാനം പൂർണ്ണമായ തോതിലല്ലെങ്കിലും അല്ലെ ഭാഗികമായി നടപ്പിലാക്കി. എല്ലാ KSRTC ബസ്സിലും വരുന്നവർക്ക് സൗജന്യ യാത്രയുണ്ടോ? ഇല്ല. അപ്പോൾ ഏത് ബസ്സിലാണ് സൗജന്യ യാത്രയുള്ളത് എന്നും പരീക്ഷയുടെ ചോദ്യമാണ്. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്രയുള്ളത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്രയുള്ളത്. അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ എത്ര സർവീസ് ഓർഡിനറി ആണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. ശരി. അപ്പോൾ എന്തായാലും സൗജന്യ യാത്ര KSRTC തരപ്പെടുത്തിയിട്ടുണ്ട്, ഓർഡിനറി സർവീസുകളിൽ തരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം, പ്രിയദർശിനി സർവീസിൻ്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം നടന്നപ്പോൾ അതും വലിയ വാർത്താ പ്രാധാന്യം നേടി. ആ ഉദ്ഘാടന സർവീസിലെ ആദ്യത്തെ വണ്ടി, ഉദ്ഘാടന സർവീസിലെ KSRTC ബസ് ഓട്ടിച്ചത് ഒരു വനിതയാണ്. KSRTCയിൽ ആദ്യമായിട്ട് നിയമനം നേടുന്ന വനിതാ ഡ്രൈവറാണ് ആ വണ്ടി ഓട്ടിച്ചത്. അപ്പോൾ പ്രിയദർശിനി സർവീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദ്യത്തെ ആ പറഞ്ഞ KSRTC ബസ് ഓട്ടിച്ചത് KSRTCയിൽ ഡ്രൈവറായി പ്രവേശിച്ച ആദ്യത്തെ വനിതയാണ്. ആരാണ് അവർ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അവരുടെ പേരാണ് VP ഷീല. അല്ലേ? അപ്പോൾ പ്രിയദർശിനി സർവീസ് ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചത് KSRTCയിലെ ആദ്യ വനിതാ ഡ്രൈവറാണ്. ആരെന്ന് ചോദിച്ചാൽ VP ഷീല. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം സലിം കുമാർ മരണപ്പെട്ടു. പ്രമുഖ മലയാള ചലച്ചിത്ര താരം സലിം കുമാർ മരണപ്പെട്ടു. അല്ലെ? ആ ഒരു പശ്ചാത്തലത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റിലോട്ട് നമുക്ക് വരാം. സലിം കുമാർ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. അല്ലെ? സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട്, അല്ലെ? സുരാജ് വെഞ്ഞാറമൂടിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആർക്കും ലഭിച്ചിട്ടുണ്ട്? സലിം കുമാറിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സലിം കുമാറിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏത് എന്ന് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ള സാധ്യത കാണുന്നു. ആ പറഞ്ഞ സിനിമ ആദാമിൻ്റെ മകൻ അബു എന്നാണ് ആ സിനിമയുടെ പേര്. ആദാമിൻ്റെ മകൻ അബു. അല്ലെ? അപ്പോൾ സലിം കുമാറിന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ആ സിനിമ ഏത് എന്ന് ചോദിച്ചാൽ 2010 സിനിമയാണ് ആദാമിൻ്റെ മകൻ അബു എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സലിം കുമാറിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്, ഒരു പുസ്തകമാണ്. സലിം കുമാറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഈശ്വര വഴക്കില്ലല്ലോ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറയുന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പാണ് എന്ന് ചോദിച്ചാൽ നടൻ സലിം കുമാറിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അല്ലേ? അത് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പഠിച്ചത് ഒന്ന് ഓർത്തിട്ട് പോകാം. ഇന്ദ്രധനുസ് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടൻ്റെ എന്താണ് ആത്മകഥയാണ്. ഇന്ദ്രധനുസ് എന്ന് പറയുന്നത് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടൻ്റെ ആത്മകഥയാണ്. ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. അല്ലേ? അപ്പോൾ ഈശ്വര വഴക്കില്ലല്ലോ, ഇന്ദ്രധനുസ്. ഇതുപോലെ പണ്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി. ക്യാൻസർ വാർഡിലെ ചിരി അല്ലെ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരുപാട് പേർ വായിച്ച ഒരു പുസ്തകമാണ്. മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചലച്ചിത്ര താരം എഴുതിയ പുസ്തകമാണ്. നിങ്ങൾക്കറിയാം, ഇന്നസെൻ്റ് എഴുതിയ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. ശരി. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം 2026 കോമൺവെൽത്ത് ഗെയിംസ് 2026 കോമൺവെൽത്ത് ഗെയിംസ് സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായി സ്ഥലം പറഞ്ഞാൽ ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കും. അല്ലെ? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. നിങ്ങൾ ചാടി വീണ് അത് ഇന്ത്യ ന്യൂഡൽഹി എന്ന് എഴുതാനുള്ള സാധ്യതയുണ്ട്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഇന്ത്യ.
2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് നടക്കും. പക്ഷേ 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, സ്കോട്ട്ലാൻഡ് വെച്ചിട്ടാണ്, ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ്, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനകത്തോട്ട്, അതായത് 2026 കോമൺവെൽത്ത് ഗെയിംസിലോട്ട് പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലുൾപ്പെട്ട 2 മലയാളികൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളായിട്ടുള്ള 2 പേർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ 2 മലയാളികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്ന് എം ശ്രീശങ്കർ. എം ശ്രീശങ്കർ ആര് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള മലയാളി ഈ പറഞ്ഞ ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ അഥവാ എം ശ്രീശങ്കർ. എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരി, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു മലയാളി ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അൻസ ബാബു. വനിതയാണ് അൻസ ബാബു. അൻസ ബാബു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈ പറഞ്ഞ ഒരു മധ്യദൂര ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു അത്ലറ്റാണ് അൻസ ബാബു. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസ്, ആ കോമൺവെൽത്ത് ഗെയിംസിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 2 മലയാളികൾ, ഒന്ന് എം ശ്രീശങ്കറും വേറൊന്ന് അൻസ ബാബുവുമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് chess.com ചാമ്പ്യൻഷിപ്പ് 2026 chess.com സങ്കല്പിക്കുന്ന പറഞ്ഞ ഒരു ബുള്ളറ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയും. chess.com സംഘടിപ്പിക്കുന്ന ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ആ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഒരു മലയാളിയാണ്. ആരെന്ന് ചോദിച്ചാൽ നിഹാൽ സരിനാണ്. അപ്പോൾ 2026 chess.com സംഘടിപ്പിച്ച ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ നിഹാൽ സരിനാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിഹാൽ സരിൻ മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യമായിട്ടാണ് ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഒരു ഇന്ത്യക്കാരൻ ജയിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ ടൂർണമെൻ്റ് ഒരു ഇന്ത്യക്കാരൻ ജയിക്കുന്നത്. അതും പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഫ്രാൻസിൻ്റെ താരത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആര് ജയിച്ചത്? നിഹാൽ സരിൻ ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2026 chess.com നടത്തിയ ബുള്ളറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഒരു മലയാളിയാണ്. ആര്? നിഹാൽ സരിൻ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ബ്രഹ്മോസ് മിസൈൽ അല്ലേ? ബ്രഹ്മോസ് മിസൈൽ എന്നുള്ളത് നമ്മൾ കുറേ കാലം കൊണ്ട് പഠിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ മിസൈലിൻ്റെ പ്രഹരശേഷി എത്രയാണ് എന്ന് 2025 ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് അല്ലേ? പാകിസ്ഥാനിൽ നമ്മൾ ഈ മിസൈൽ പ്രയോഗിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. അപ്പോൾ അതിൻ്റെ കൃത്യത, അതിൻ്റെ ഈ പറഞ്ഞ എന്താണ് ശക്തി, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പല രാജ്യങ്ങളും ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അതിലാദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിന് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ട ആദ്യത്തെ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ്. ഏത് രാജ്യമാണ്? ഫിലിപ്പൈൻസ് ആണ് അല്ലേ? അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട ആദ്യത്തെ രാജ്യം ഫിലിപ്പൈൻസ് ആണ്. പക്ഷേ ഇവിടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് 2026 മെയ് മാസത്തിൽ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം, അതായത് രണ്ടാമത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമാണ്. 2026 മെയ് മാസത്തിൽ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമാണ്. ഇന്തോനേഷ്യയും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ ഇന്തോനേഷ്യയും ഈ പറഞ്ഞ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങും. അതിനുള്ള കരാറിൽ ഉടനെ തന്നെ ഒപ്പിടും. അപ്പോൾ എന്തായാലും ആദ്യത്തെ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വിയറ്റ്നാമാണ്. ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യ വാങ്ങുന്നുണ്ടോ, കരാറിൽ ഒപ്പിട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോണം. അതിനനുസരിച്ച് കാര്യങ്ങളിൽ മാറ്റം വരും, ചോദ്യങ്ങളിൽ വ്യത്യാസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ആമയെ പരിചയപ്പെടാം. ആൽഡാബ്ര ഫീമൻ ആമ. സീഷെൽസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് രാജ്യമുണ്ട്. സീഷെൽസ് എന്ന് പറയുന്ന ദ്വീപ് രാജ്യം 2026 ജൂണിൽ സീഷെൽസ് എന്ന് പറയുന്ന ദ്വീപ് രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. അങ്ങനെ സന്ദർശിച്ച അവസരത്തിൽ അവിടെയുള്ള ആൽഡാബ്ര ഫീമൻ ആമ ഇനത്തിൽപ്പെട്ട ഒരു ആമ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടി.
അപ്പോൾ ആ ആമ ഏത് രീതിയിലാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ഇന്ന് കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും പ്രായം കൂടിയ ജീവി, ഇന്ന് കരയിലുള്ള ജീവികളിൽ ഏറ്റവും പ്രായം കൂടിയ ജീവി ഏതെന്ന് ചോദിച്ചാൽ ആൽഡാബ്ര ഫീമൻ ആമ ഇനത്തിൽപ്പെട്ട ഒരു ആമയാണ്. ആ ആമയുടെ പേരാണ് ജോനാഥൻ. ഏതാണ്? ജോനാഥൻ, അല്ലെ? ഇന്ന് കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും പ്രായം കൂടിയ ജീവി എന്നുള്ള ഗിന്നസ് റെക്കോർഡ് ആ പറഞ്ഞ ആമയ്ക്കാണ്. ഏത്? ജോനാഥൻ എന്ന് പറയുന്ന ആമ. അപ്പോൾ സീഷെൽസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന സമയത്ത് ഈ ആമയെ കാണാൻ പോയി, ഈ ആമയ്ക്ക് തീറ്റ കൊടുത്തു. ഇതൊക്കെ വാർത്തകളിലായിരുന്നു, പത്രത്തിൽ പടം ഉൾപ്പെടെ ഈ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പാണ് ഈ ചോദ്യം ചോദിക്കും. ഈ ആമയ്ക്ക് എത്ര വയസ്സുണ്ടെന്നറിയാമോ? 194 വയസ്സാണ്. ഏതാണ്ട് ഈ പറഞ്ഞ 200 വയസ്സ്, അല്ലേ? ഇപ്പോൾ 2026 അപ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ 1830 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 30-32 കാലഘട്ടത്തിൽ ഈ പറഞ്ഞ് ജനിച്ച ആമയാണ്. ആലോചിച്ച് നോക്ക്, അത് എത്രമാത്രം, അല്ലേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരം, പിന്നെ അത് കഴിഞ്ഞിട്ട് പല വിപ്ലവങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരാമയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള കരജീവി എന്നുള്ള ഗിന്നസ് റെക്കോർഡ് ആർക്കെന്ന് ചോദിച്ചാൽ ജോനാഥൻ എന്ന് പറയുന്ന ആമയ്ക്കാണ്. സീഷെൽസ്, അത് ഓർത്തോണം. ആ രാജ്യം ഏതാണ്? സീഷെൽസ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് നീറ്റ് പരീക്ഷ നടന്നപ്പോൾ അതിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോർന്നു എന്നുള്ള ആരോപണം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തി, അല്ലേ? ആദ്യം നീറ്റ് പരീക്ഷ നടത്തി, ചോദ്യങ്ങൾ ചോർന്നപ്പോൾ ആ പരീക്ഷ റദ്ദ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നീറ്റിൻ്റെ പുനഃപരീക്ഷ നടന്നു. ആ പുനഃപരീക്ഷ നടക്കുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഈ പറഞ്ഞ ആപ്പിനെ കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസം നിരോധിച്ചിരുന്നു. ഏത് ആപ്ലിക്കേഷനെയാണ്, ഏത് മെസ്സേജിങ് ആപ്ലിക്കേഷനെയാണ് നമ്മുടെ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? ടെലഗ്രാമിനെയാണ്, അല്ലേ? നീറ്റ് പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെയാണ്? ഇന്ത്യയിലുള്ള എന്ന് പറയുമ്പോൾ ടെലഗ്രാം എന്ന് പറയുന്ന എന്താണ്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, മെസ്സേജിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് പാവേൽ ദുറോവ് എന്ന് പറയുന്ന റഷ്യക്കാരൻ ആരംഭിച്ച എന്താണ് പ്ലാറ്റ്ഫോമാണ്. പാവേൽ ദുറോവ് എന്ന് പറയുന്ന റഷ്യക്കാരൻ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ്. അതൊരു ഈ പറഞ്ഞ റഷ്യൻ സ്ഥാപനമാണ്. ഏത്? ടെലഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ നീറ്റ് പുനഃപരീക്ഷ നടക്കുന്ന അവസരത്തിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അല്ലെങ്കിൽ മെസ്സേജിങ് ആപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ത്യയിൽ കുറച്ച് കാലത്തേക്കെങ്കിലും കേന്ദ്ര സർക്കാർ തടഞ്ഞിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ടെലഗ്രാമിൻ്റെ സ്ഥാപകൻ ആരാണ്? പാവേൽ ദുറോവ്, റഷ്യക്കാരനാണ്. അടുത്തത് ഒരു പോർട്ടൽ നമുക്ക് പരിചയപ്പെടാം. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലാണ് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ ഒരു വെബ് പോർട്ടൽ. ആ പോർട്ടലിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഈ ജാഗൃതി പോർട്ടൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ പോർട്ടൽ, അതായത് പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പോർട്ടൽ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണനിലവാരം ആ സാധനത്തിനില്ല, നിങ്ങളെ ഈ പറഞ്ഞ ഒരു കമ്പനി പറ്റിച്ചു, അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? പരാതി ഉണ്ടാവും. അങ്ങനെ പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന പോർട്ടൽ, ആ പോർട്ടലാണ് ഉപഭോക്തൃ മന്ത്രാലയത്തിന് കീഴിലുള്ള പോർട്ടൽ. ആ പോർട്ടലാണ് ഏത്? ഈ ജാഗൃതി പോർട്ടൽ. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് ഈ ജാഗൃതി പോർട്ടൽ? അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ പരാതി പരിഹാര പോർട്ടലാണ് ഈ ജാഗൃതി പോർട്ടൽ. ഈ അടുത്ത കാലത്ത് ഇതിന് കുറച്ച് പ്രാധാന്യം കിട്ടി. ദേശീയ തലത്തിൽ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുണ്ട്, മന്ത്രാലയങ്ങളുണ്ട്. അതിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഗവേണൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മന്ത്രാലയങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകും. സ്വർണം, വെള്ളി പോലുള്ള പുരസ്കാരങ്ങൾ നൽകും. അപ്പോൾ 2026 ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വെള്ളി പുരസ്കാരം, സിൽവർ പുരസ്കാരം നേടിയ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ പോർട്ടൽ ഏത്? പരാതി പരിഹാര പോർട്ടൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ ജാഗൃതി പോർട്ടലാണ്. നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കേണ്ട, ഉറപ്പായും ചോദിക്കുമെന്നുള്ള ഒരു പോയിൻ്റാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2026 യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യയിലെ AI കമ്പനി ഏതാണ്?
എന്ന് ചോദിച്ചാൽ സർവം AI എന്ന് പറയുന്ന കമ്പനിയാണ്. 2026 യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യയിലെ AI നിർമ്മിത ബുദ്ധി കമ്പനി ഏതാണ് എന്ന് ചോദിച്ചാൽ സർവം AI ആണ് അല്ലേ. സർവം AI എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സർവം AI ChatGPTക്ക് സമാനമായിട്ടൊരു ചാറ്റ് ബോട്ട് വികസിപ്പിച്ചിട്ടുണ്ടെന്ന് പഠിച്ചു. അതിൻ്റെ പേരാണ് ഇൻഡസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സർവം AI വികസിപ്പിച്ച ChatGPTക്ക് അല്ലെങ്കിൽ ജെമിനി പോലുള്ള ഈ പറഞ്ഞ സംവിധാനങ്ങൾക്ക് പകരമായിട്ട് വികസിപ്പിച്ച ഒരു ചാറ്റ് ബോട്ടാണ് ഇൻഡസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2026 യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യയിലെ നിർമ്മിത ബുദ്ധി കമ്പനി ഏത്, AI കമ്പനി ഏതെന്ന് ചോദിച്ചാൽ സർവം AI ആണ് അല്ലേ. ഈ യൂണിക്കോൺ പദവി എന്ന് പറയുന്നത് ഏത് സ്ഥാപനങ്ങൾക്കാണ് കൊടുക്കുന്നത്? യൂണിക്കോൺ പദവി എപ്പോഴും നൽകുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ്. അതായത് പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾക്ക് നൽകത്തില്ല. പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വേറെ ചില പദവികളൊക്കെ ഉണ്ട്. മിനി രത്ന, നവരത്ന അല്ലെ, മഹാരത്ന. മിനി രത്ന, നവരത്ന, മഹാരത്ന പദവികൾ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പദവികളാണ്. അതേസമയം യൂണിക്കോൺ പദവി എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്ന പദവിയാണ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ് എന്ത് നൽകുന്നത്? യൂണിക്കോൺ പദവി നൽകുന്നത്. അത് മാത്രം പോരാ, അതിൻ്റെ മൂല്യം, ആ കമ്പനിയുടെ മൂല്യം $1 ബില്യൺ ആയിരിക്കണം. കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത് $1 ബില്യൺ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമ്പനിക്കാണ് യൂണിക്കോൺ പദവി നൽകുന്നത്. അപ്പോൾ 2026 യൂണിക്കോൺ പദവി ലഭിച്ച ഇന്ത്യയിലെ AI കമ്പനി ഏതാണ്? സർവം AI. നല്ലൊരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകത്തിലോട്ട് വരാം. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മക്കുറിപ്പാണ്. ബഹിരാകാശ സഞ്ചാരിയുടെ ഓർമ്മക്കുറിപ്പാണ്. ആരുടെ എന്ന് ചോദിച്ചാൽ ശുഭാംശു ശുക്ല എന്ന് പറയുന്ന ബഹിരാകാശ സഞ്ചാരിയെ നിങ്ങൾക്ക് അറിയാം. ശുഭാംശു ശുക്ലയുടെ ഓർമ്മക്കുറിപ്പാണ് ദി സെക്കൻഡ് ഓർബിറ്റ് അല്ലേ. ആരാണ് ശുഭാംശു ശുക്ല എന്ന് നിങ്ങൾക്കറിയാം. ഗഗൻയാൻ ദൗത്യത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയ ഇന്ത്യക്കാരനാണ്. ആദ്യമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അതുപോലെ ഗഗൻയാൻ ദൗത്യത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ശുഭാംശു ശുക്ല. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2026 റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് അശോക ചക്ര ബഹുമതി നേടിയ ആളും ആര് തന്നെയാണ്? ശുഭാംശു ശുക്ലയാണ് അല്ലേ. അശോക ചക്ര എന്ന് പറയുന്നത് സമാധാന കാലത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന ഗാലണ്ടറി പുരസ്കാരമാണ് അശോക ചക്ര. ആ അശോക ചക്ര പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? 2026 ശുഭാംശു ശുക്ലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചുള്ളതാണ്. അപ്പോൾ ദി സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുന്ന പുസ്തകം ആരുടേത്? ഓർമ്മക്കുറിപ്പ് ആരുടേത്? ശുഭാംശു ശുക്ലയുടെ പുസ്തകമാണ്, ഓർമ്മക്കുറിപ്പാണ്. പ്രധാനപ്പെട്ടതല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്ത് നോക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സൂചികകളിലോട്ട് വരാം. ആഗോള സമാധാന സൂചിക 2026 ആഗോള സമാധാന സൂചിക. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ 127. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 127. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? നിങ്ങൾക്കറിയാം, ഐസ്ലാൻഡ് ആണ്. കുറേ കാലമായിട്ട് ഐസ്ലാൻഡ് തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. ഇതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ആഗോള മാധ്യമ സൂചിക. ആഗോള മാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്, 157. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. അതേസമയം ആഗോള മാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 157. നോർവേ ആണ് ആദ്യമുള്ളത് എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ആഗോള അഴിമതി സൂചിക നേരത്തെ പഠിച്ചതാണ്.
ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91. ഒന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ്. നേരത്തെ പഠിച്ച കാര്യമായതുകൊണ്ടാണ് പിന്നെ കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ ആഗോള മാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 157. 2026 കാര്യമാണ്. ആഗോള മാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 157. ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91. അതേസമയം ഇപ്പോൾ പറഞ്ഞത് ആഗോള സമാധാന സൂചിക ഇന്ത്യയുടെ സ്ഥാനം 127. ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡാണ്. അതുപോലെ ആഗോള പാസ്പോർട്ട് സൂചിക, ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 125. ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 125. ഇനി കുറച്ചുകൂടി നല്ല ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഊർജ പരിവർത്തന സൂചിക, അല്ലെ? വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഒരു സൂചികയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഊർജ പരിവർത്തന സൂചിക, അല്ലെ? ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം തയ്യാറാക്കുന്ന ഒരു സൂചികയാണ് ഊർജ പരിവർത്തന സൂചിക. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പുനരുപയോഗിക്കാൻ പറ്റുന്ന ഊർജ സ്രോതസ്സുകളെ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഊർജ പരിവർത്തന സൂചിക. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 70. നമ്മൾ നേരത്തെ 72 ഇപ്പോൾ പുരോഗമിച്ചിട്ടുണ്ട്. ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 70. ഒന്നാം സ്ഥാനത്തുള്ളത് സ്വീഡനാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ടത് അതായത് ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്, ഇപ്പോൾ പറഞ്ഞത് ഇതൊക്കെയാണ്. ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. അതുപോലെ ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 125. ഊർജ പരിവർത്തന സൂചിക പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്രയാണ്? 70. ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 70. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വൻകിട സ്വർണ്ണഖനി, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വൻകിട സ്വർണ്ണഖനി ഏതാണ് എന്ന് ചോദിച്ചാൽ ജോനാഗിരി, അല്ലെ? ഇന്ത്യയിലെ എന്നുള്ളത് കുറച്ചുകൂടി തിരുത്തി പറയണം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സ്വകാര്യ സ്വർണ്ണഖനി, അല്ലെ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സ്വകാര്യ സ്വർണ്ണഖനി, അതായത് വ്യക്തിയുടെ കീഴിലുള്ളതാണ്, പൊതു ഉടമസ്ഥതയിലുള്ളതല്ല. സ്വകാര്യ വൻകിട സ്വർണ്ണഖനി ഏതെന്ന് ചോദിച്ചാൽ ജോനാഗിരി എന്നാണ് അതിൻ്റെ പേര്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സ്വകാര്യ സ്വർണ്ണഖനി ഏതെന്ന് ചോദിച്ചാൽ ജോനാഗിരിയാണ്, ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ളത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞ വന്ന വാർത്തയാണ്, ഇന്ത്യയിലെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളം പണിയുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളം, അല്ലെ? ഓഫ് ഷോർ വിമാനത്താവളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമുദ്രഭാഗത്ത് സമുദ്രം നികത്തി ഉണ്ടാക്കുന്ന വിമാനത്താവളം, അതിനെയാണ് നമ്മൾ ഓഫ് ഷോർ വിമാനത്താവളം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളം വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളം വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, അല്ലേ? അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ ഒരു വലിയ തുറമുഖ പദ്ധതി നടക്കുന്നുണ്ട്, വധാവൻ തുറമുഖ പദ്ധതി. വധാവൻ തുറമുഖ പദ്ധതി വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പറഞ്ഞ ഓഫ് ഷോർ വിമാനത്താവളവും വരുന്നത്. ആ വധാവൻ തുറമുഖവും ഈ വിമാനത്താവളവും ഒക്കെ ആകുമ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ, ലോജിസ്റ്റിക്സ് അതെല്ലാം ഈ പറഞ്ഞ നന്നായിട്ട് പോകും എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു ഓഫ് ഷോർ വിമാനത്താവളം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ വിമാനത്താവളം വരുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്, അല്ലേ? വിമാനത്താവളത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പാസ്പോർട്ട് ഇൻഡെക്സ്. പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു? 125ആണ്, അല്ലേ? ആഗോള പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 125ആണ്. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു നിയമമാണ് പാസ്പോർട്ട് നിയമം, ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട്. ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1967. ഈ അടുത്ത കാലത്ത് ഇത് വാർത്തകളിൽ നിറഞ്ഞു നിന്നു, അല്ലേ? ഏത് സാഹചര്യത്തിലാണ് ഇത് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്? സുപ്രീം കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തു. എന്താണ് സത്യവാങ്മൂലം കൊടുത്തത്? പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് പൗരത്വ രേഖയല്ല. പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് പാസ്പോർട്ടിനെ കാണാൻ പറ്റത്തില്ല. പൗരത്വ രേഖയല്ല ഏത്?
പാസ്പോർട്ട് എന്നൊരു വിധി സുപ്രീം കോടതി അടുത്ത കാലത്തായിട്ട് പുറപ്പെടുവിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ പാസ്പോർട്ട് ആക്ട് വീണ്ടും വാർത്തകളിൽ വന്നു. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 1967 അതിനകത്തൊരു സെക്ഷൻ കൂടിയുണ്ട്. ആ സെക്ഷൻ കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സെക്ഷൻ 20. ഇന്ത്യൻ പാസ്പോർട്ട് ആക്ടിലെ സെക്ഷൻ 20 പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അടിയന്തര സാഹചര്യങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ ഇന്ത്യക്കാരല്ലാത്ത വ്യക്തികൾക്കും യാത്രയ്ക്ക് വേണ്ടിയിട്ട് യാത്ര അനുമതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ് എന്നൊരു സെക്ഷൻ ഏതിനകത്തുണ്ട്? പാസ്പോർട്ട് ആക്ടിനകത്തുണ്ട് അല്ലേ? അപ്പോൾ പാസ്പോർട്ട് ആക്ടിനകത്ത് സെക്ഷൻ 20 പറയുന്നത് എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രാ ആവശ്യത്തിനായിട്ട് ഒരു ഇന്ത്യക്കാരനല്ലാത്ത വ്യക്തിക്കും പാസ്പോർട്ട് നൽകാവുന്നതാണ്. അതിനുള്ള അധികാരം ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാസ്പോർട്ട് എന്ന് പറയുന്നത് പൗരത്വം പൗരത്വത്തിൻ്റെ രേഖയായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തത്. അത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. പാസ്പോർട്ട് ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 1967. അതിനകത്ത് സെക്ഷൻ 20 പറയുന്ന കാര്യം എന്ത്? അതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2026 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കേട്ടു. ഈ ക്ലാസ് കേട്ടപ്പോൾ ഇത് നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഊർജം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് വിവേകപൂർവ്വം നിങ്ങൾ വിനിയോഗിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.